നമസ്കാരം. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിരുന്നു. 1-3 ഗോളുകൾക്കായിരുന്നു എവേർട്ടനെ അവർ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ സിറ്റി 1 ഗോളിന് പിറകിലായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ വിജയം കരസ്ഥമാക്കുകയായിരുന്നു. ഫിൽ ഫോഡൻ, അതുപോലെ തന്നെ ഹൂലിയൻ ആൽവറസ്, ബെർണാഡോ സിൽവ എന്നിവരാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. ഇതിൽ 53-ാം മിനിറ്റിൽ ഫിൽ ഫോഡൻ നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയിരുന്നത് ബെർണാഡോ സിൽവയായിരുന്നു. അതുപോലെ തന്നെ മത്സരത്തിലെ അവസാനത്തെ ഗോൾ നേടിയത് ബെർണാഡോ സിൽവയായിരുന്നു. ഇങ്ങനെ തകർപ്പൻ പ്രകടനമാണ് പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാഡോ സിൽവ ഈ മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത്. ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ ആകെ 15 മത്സരങ്ങളാണ് സിൽവ കളിച്ചിട്ടുള്ളത്. 5 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കണക്കിനൊപ്പം എത്താൻ ഇപ്പോൾ ബെർണാഡോ സിൽവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആകെ ഇതുവരെ 37 അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബെർണാഡോ സിൽവ ആ കണക്കിനൊപ്പം എത്തി. എന്തെന്നാൽ 37 അസിസ്റ്റുകൾ അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതായത് അടുത്ത മത്സരത്തിൽ ഒരു അസിസ്റ്റ് കൂടി സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ കണക്കിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടക്കാൻ ബെർണാഡോ സിൽവയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ബെർണാഡോ സിൽവയും. ക്രിസ്ത്യാനോയുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 236 മത്സരങ്ങളാണ് റൊണാൾഡോ ആകെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാത്രമായിക്കൊണ്ട് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 103 ഗോളുകളും 37 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. 152 മത്സരങ്ങളിൽ വിജയം നേടിയപ്പോൾ 44 സമനിലകളും 40 തോൽവികളും അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കുന്നുണ്ട്. ഈ ഒരു ഇടക്കാലത്ത് സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പോയിന്റ് പട്ടികയിൽ നിലവിൽ 18 മത്സരങ്ങളിൽ നിന്ന് 37 പോയിന്റുമായി അവർ 4ാം സ്ഥാനത്താണുള്ളത്. അടുത്ത മത്സരത്തിൽ ഷെഫീൽഡ് യുണൈറ്റഡ് ആണ് അവരുടെ എതിരാളികൾ. ഡിസംബർ 30-ാം തീയതിയാണ് ഈ മത്സരം നടക്കുക. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.